ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വേദപുസ്തക പഠന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തിയാണല്ലോ നാം പഠിക്കുന്നത്. അതായത് നമ്മുടെ സഭയുടെ ആരംഭം എങ്ങനെയായിരുന്നുവെന്നും ആരംഭ നാളുകളിൽ ദൈവാത്മാവിൻ്റെ വലിയ ശക്തിയോടും നിറവോടും കൂടെ എങ്ങനെയാണ് സഭയിൽ ശുശ്രൂഷ നടത്തപ്പെട്ടിരുന്നതെന്നെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വലിയൊരു അവസരമാണ് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നത്. സുവിശേഷങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആരംഭ സഭയെക്കാട്ടിലും തീക്ഷ്ണതയേറിയ, അതിലും മാരക വിശുദ്ധരായ ഒരു അന്ത്യകാല സഭ ഉണ്ടാകുമെന്ന് പല പിതാക്കന്മാരും അതോടൊപ്പം തന്നെ സുവിശേഷത്തിലൊക്കെ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ആരംഭ സഭയിൽ എണ്ണം വളരെ ചുരുക്കമായിരുന്നത് പോലെ തന്നെ അന്തിമ സഭയിലും വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ നോക്കിയാൽ മതി. ഇന്ന് ജനമെല്ലാം ഈ ഒത്തിരി എല്ലാ ശുശ്രൂഷകളിലേക്കൊക്കെ വന്ന് കൂടുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് ഭൗതിക ആവശ്യങ്ങൾ മാത്രം നിർവഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അല്ലാതെ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിച്ചത് കൊണ്ടൊന്നുമല്ല. അവരുടെ കാര്യങ്ങൾ നടക്കണം, അതിനുവേണ്ടി യേശുവിനെ അനുഗമിക്കുന്ന ഒരു രീതി അത് ആദ്യ കാലഘട്ടം മുതലേ ഉണ്ട്. അതിനെപ്പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ ഇവിടുത്തിങ്ങനെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിന് വേണ്ടി മാത്രം യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവർ മറ്റ് ആളുകളെക്കാട്ടിലും, അതായത് വിജാതീയരെക്കാട്ടിലും വളരെ നിർഭാഗ്യവാന്മാരായ മനുഷ്യരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാമത്തെ വാക്യപ്രകാരമാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ ആയുസ്സിന് വേണ്ടി മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ഇന്നുവരെ കേട്ടറിഞ്ഞ ദൈവത്തെ കണ്ടറിഞ്ഞ് ആസ്വദിക്കാനായിട്ടുള്ള വിളിയാണ് ക്രൈസ്തവ ജീവിതം മാമോദീസായിലൂടെ നമുക്ക് ദൈവം തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം നടക്കാൻ വേണ്ടി ഒരിക്കലും യേശുവിനെ അനുഗമിക്കരുത്. മറിച്ച് വരാനിരിക്കുന്ന ലോകത്തിലെ രാജാവായിരിക്കുന്നവൻ്റെ പ്രജയായി അല്ലെങ്കിൽ അവൻ്റെ മകനായി ആ രാജ്യത്തിൻ്റെ അവകാശിയായി തീരണമെന്നുള്ളൊരു ആഗ്രഹമായിരിക്കണം യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. അത് ആമുഖമായിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ തുടക്കം 11 പേര്, പിന്നെ മത്തിയാസിനെ കൂടെ തിരഞ്ഞെടുത്ത് 12 പേരിൽ ആരംഭിക്കുന്നതാണ്. പിന്നീടാണത് അതിശക്തമായിട്ട് വളർന്ന് വലുതാകുന്നത്. അതേപോലെ അവസാന നാളുകളിൽ കൊടിയ പീഡകൾ കടന്നു വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു, യേശുവിനെ ഉപേക്ഷിച്ചൊക്കെ അനേകർ പോവുകയും വളരെ ചുരുങ്ങിയ ഒരു ഗണം മാത്രമേ ശക്തമായ രീതിയിൽ സാക്ഷ്യം നൽകി നിലകൊള്ളുകയും ചെയ്യുകയെന്നൊക്കെ സഭാപിതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. പ്രവചനങ്ങളിലൂടെയൊക്കെ ഈ സുവിശേഷങ്ങളിലൊക്കെ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലും അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആ കാലഘട്ടത്തിൻ്റെ ആ സഭയിലെ ആ സമൂഹത്തിൽ
നമ്മളും അംഗങ്ങളായി തീരുമോ? ഇനിയിപ്പോൾ ഈ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെയായി തീരുമോ എന്നുള്ള ചിന്തയൊക്കെ നമ്മളെ അല്പമെങ്കിലും ഭാരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരണമെന്ന ഇതിൻ്റെ പ്രാരംഭ കാര്യ സമയത്ത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ 3 അധ്യായങ്ങളാണ് ദൈവകൃപയാൽ പഠിക്കാനായിട്ട് പരിശ്രമിച്ചത്. അതിൽ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ പറ്റിയും അതോടൊപ്പം തന്നെ യൂദാസ് നഷ്ടപ്പെടുത്തിയ അപ്പോസ്തോല പദവിയിലേക്ക് മത്തിയാസിൻ്റെ തിരഞ്ഞെടുപ്പ്, പത്രോസ് അപ്പോസ്തലൻ്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് നറുക്കിട്ട് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുന്നതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. 2-ാം അധ്യായത്തിൽ അതിൻ്റെ ആരംഭ ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ വാഗ്ദാനപ്രകാരം മർക്കോസിൻ്റെ മാളികയിൽ സഹിയോൻ ശാലയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും പരിശുദ്ധാത്മാവ് അഗ്നിനാവായി അല്ലെങ്കിൽ കൊടുങ്കാറ്റായി ഒക്കെ അവരിലേക്ക് അഭിഷേകമായിട്ട് ഒഴുകിയിറങ്ങുന്നതും അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ ദീർഘമായ ഒരു വചന ശുശ്രൂഷ നടത്തുകയും അനേകർ അത് കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെടുന്നതുമാണ് 2-ാം അധ്യായത്തിൽ നാം വായിച്ച് പഠിച്ചത്. 3-ാമത്തെ അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. അതായത് ഇതിന് ശേഷം അപ്പോസ്തലനായ പത്രോസും അതുപോലെ തന്നെ യോഹന്നാനും ചേർന്ന് യെരൂശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് യാമപ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ സുന്ദരം എന്ന കവാടത്തിങ്കിലിരുന്ന പറവയിൽ തന്നെ മുകുന്ദനായ ഒരു മനുഷ്യൻ അവൻ ഭിക്ഷ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഇല്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ കൈപിടിച്ചവനെ അവനെ സുഖപ്പെടുത്തുന്ന ഭാഗവും അതിനുശേഷം ഇത് ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് കടന്നു വന്ന യഹൂദന്മാരോട് ശലോമോന്റെ മണ്ഡപത്തിൽ നിന്ന് വീണ്ടും പത്രോസ്ലീഹ വളരെ ദീർഘമായ ഒരു വചന ശുശ്രൂഷ നടത്തുന്നതാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. ആ വചന ശുശ്രൂഷ നടത്തി അനേകർ വീണ്ടും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് അടുത്തു വരുന്നത് നമ്മൾ കണ്ടതാണ്. അതിനെപ്പറ്റി ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ശലോമോന്റെ മണ്ഡപത്തിൽ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷയുടെ നാളിൽ ഒരിക്കൽ യേശുവിനെ വളഞ്ഞവർ ചോദിക്കുന്നുണ്ട്, നീ തന്നെയാണോ ക്രിസ്തു എന്ന് ഞങ്ങളോട് സ്പഷ്ടമായിട്ട് പറയുമ്പോൾ യേശു വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് മശിഹ എന്ന്. പക്ഷേ അവര് അതിനെ സ്വീകരിക്കാതെ നിരസിച്ച് കളയാണ്. അതേ ശലോമോന്റെ മണ്ഡപത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് അവർക്ക് ഒരവസരം കൂടെ ദൈവം കൊടുക്കുകയാണ്. അവിടെ നിന്ന് യേശുവാണ്, നിങ്ങൾ ക്രൂശിച്ച യേശു തന്നെയാണ് മശിഹ എന്ന് സ്പഷ്ടമായിട്ട് പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് യഹൂദന്മാരുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നതിനെ പറ്റിയുള്ള ആ പ്രഭാഷണത്തെ പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞയാഴ്ച ചിന്തിച്ചത്. അതിൻ്റെ അവസാനത്തെ വാക്യം അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. 26-ാമത്തെ വാക്യം, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് നമ്മുടെ പാപ അവസ്ഥകളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനും അങ്ങനെ പിന്തിരിപ്പിച്ചതിന് ശേഷം അനുഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് പ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. യേശുവിലേക്ക് അടുത്ത് വരുന്നവരെല്ലാം എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യേശു പാപം ഒഴിഞ്ഞ് യേശുവിലേക്ക് വരുന്നവരെല്ലാം കർത്താവ് എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. കാരണം അത് വചനമാണ്. തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെടണമോ? അതിനെ നന്നായിട്ട് കുമ്പസാരിച്ച് യേശുവിൻ്റെ വചനങ്ങളിലേക്കും കൂദാശകളിലേക്കും ചേർന്ന് നിന്നാൽ, ബലിപീഠത്തോട് ചേർന്ന് ജീവിച്ചാൽ അനുഗ്രഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വചനം തന്നെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അടുത്തതായി 4-ാം അധ്യായം ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ ശരണപ്പെടുന്നത് 4-ാമത്തെ അധ്യായമാണ്. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1-2 വാക്യം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കിയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കിയാലും നിരസപ്പെട്ടു. മതി. അതായത് യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചതിനെ പറ്റി
അവർക്ക് നീരസം ഉണ്ടാകുകയാണ്. ഒരിക്കൽ കൂടെ വായിക്കാം. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് അപ്പോസ്തലനായ പത്രോസ് വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നത്? ആരൊക്കെ വരുന്നത്? പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോ നമുക്ക് അവരെ പറ്റി ഒന്ന് ചിന്തിക്കണം. പുരോഹിതന്മാരെന്ന് പറഞ്ഞ യഹൂദന്മാരുടെ ആരാധനാ കേന്ദ്രമായിരുന്ന യെരൂശലേം ദേവാലയത്തിൽ 24 മണിക്കൂറും മുടങ്ങാതെ പ്രാർത്ഥനകളും ബലികളും അർപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവിടെ പുരോഹിതന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നീട് ദേവാലയത്തിലെ പടനായകൻ, അതായത് ഏതാണ്ട് 38 ഏക്കറോളം വരുന്ന ചുറ്റുമതിലുള്ള ഒരു ദേവാലയം, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി യഹൂദന്മാര് തന്നെ, അവരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ പടനായകനായിട്ടും അതുപോലെ തന്നെ ഭടന്മാരൊക്കെ ആയിട്ട് കാവൽ നിൽക്കുവാനായിട്ട് തക്കവിധം ആളുകൾ ഉണ്ടായിരുന്നു. അതിലെ പടനായകനും പിന്നീട് സദൂക്യരും അവരുടെ നേരെ വന്നു. സദൂക്യർ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സമ്പന്ന വിഭാഗമാണ്. അത് മാത്രമല്ല, അവർക്ക് കുറേയേറെ പ്രത്യേകതകളുണ്ട്. അവരിൽ നിന്നാണ് പുരോഹിതന്മാര് ഈ യെരൂശലേം ദേവാലയത്തിലെ ബലിപീഠത്തിലെ അല്ലെങ്കിൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നീട് അവര് തോറ മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമേ, ന്യായപ്രമാണം, അത് മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. മറ്റ് പ്രവാചകന്മാരുടെ ഇതൊന്നും അവർ സ്വീകരിച്ചിരുന്നില്ല. അത് മാത്രമല്ല, അവർക്ക് ദൈവദൂതന്മാര് പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒന്നില്ല എന്ന് അവര് വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു, മരണത്തിന് ശേഷം ഇനി ഒരു പുനരുദ്ധാനമില്ല എന്നും ഇവര് വിശ്വസിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ 3 വിഭാഗം ഉണ്ടായിരുന്നത്. ഒന്ന് സദൂക്യരാണ്, 2 പരീശന്മാര്. പരീശന്മാര് ഒരു ഇടനിലക്കാരായിരുന്നു, വലിയ സമ്പന്നരല്ല, ഇടനിലക്കാരാണ്. അവരുടെ പ്രത്യേകത, അവര് തോറ മാത്രമല്ല പഴയ നിയമത്തിലെ പ്രവാചക ഗ്രന്ഥങ്ങളും സങ്കീർത്തനങ്ങളും ഒക്കെ സ്വീകരിക്കുകയും അതിലൂടെ ജീവിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ്. വചനത്തിലാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ഇവരെ പഠിപ്പിച്ചു. ബലികളെക്കാട്ടിലും ഈ ന്യായപ്രമാണത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ തിരുത്തണം എന്നൊക്കെ ഇവര് കൂടുതലായിട്ട് പഠിപ്പിച്ചു. ഇവര് മാലാഖമാരുണ്ടെന്നും അതുപോലെ തന്നെ മരിച്ചു പോയവർക്ക് ഉദ്ധാനമുണ്ടെന്നും ന്യായവിധി ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നെ മൂന്നാമത്തെ വിഭാഗം എസ്സീൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അതായത് ഈ 2 വിഭാഗത്തിനോടും താല്പര്യമില്ലാതെ അവർക്ക് കൂടുതൽ പ്രാർത്ഥനയോടും ഒരു ഏകാന്ത ജീവിതത്തോടൊക്കെ താല്പര്യം വന്നിട്ട് അവര് മാറി ഗുഹകളിലൊക്കെ പോയിരുന്ന് ധ്യാനിച്ച് ജീവിതത്തെ പരിപൂർണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ച ഒരു വിഭാഗമാണ്. അവര് ഒരു തരത്തിലുള്ള മേഖലകളിലേക്കും ദേവാലയത്തിന്റെ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിലേക്കോ നേതൃനിലയിലേക്കോ ഒന്നും വരാതെ അവരവിടെ ഗുഹകളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു യോഹന്നാൻ സ്നാപകൻ. മരുഭൂമിയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഈ വിഭാഗത്തിന്റെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. കുമ്രാൻ സ്ക്രോൾസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കുമ്രാൻ എന്ന് പറയുന്ന ഒരു ഗുഹകൾ, ആ ഗുഹകളിൽ താമസിച്ച് അവര് ദൈവവചനം വായിക്കുകയും അതിന്റെ വ്യാഖ്യാനങ്ങൾ അവര് അന്നത്തെ രീതിയിലുള്ള എഴുത്ത്, മറ്റേ ഓലയിലുള്ള എഴുത്തൊക്കെ ആയിരുന്നു, അതെല്ലാം എഴുതി രേഖപ്പെടുത്തി വെച്ചു. അതൊക്കെ ഇപ്പൊ ഈ നാടുകളിലൊക്കെ ഗവേഷകർ അത് കണ്ടെത്തിയതായ ഉള്ള വാർത്തകളൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 3 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത് വരികയാണെങ്കിൽ മൈക്ക് എല്ലാവരും ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ മാത്രമേ മൈക്ക് ഓൺ ആക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് പ്രധാനമായിട്ടും സദൂക്യരാണ് വരുന്നത്. അതിന്റെ കാരണമുണ്ട്. കാരണം സദൂക്യരുടെ വിശ്വാസം എന്ന് പറയുന്നത് മാലാഖമാരില്ല, മരിച്ചതിന് ശേഷം പുനരുദ്ധാനമില്ല എന്നാണ് ഇവര് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇവിടെ പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുന്നത് മുഴുവൻ എന്താണ്?
മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മരണത്തിന് ശേഷം ഉദ്ധാനം ചെയ്തവനാണ് യേശു എന്നും യേശു ദൈവമാണെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടത് ആർക്കാണ്? സദൂക്യർക്കാണ്. അതുകൊണ്ടാണ് സദൂക്യർ പടനായകനെയും ഒക്കെ കൂട്ടി പുരോഹിതന്മാരുടെ സമൂഹത്തോട് ചേർന്ന് വന്ന് ഇവരെ വിമർശിക്കുന്നത്. അവർ ജനത്തെ ഉപദേശിക്കുകയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്തിൽ അറിയിക്കുകയാലും നീരസപ്പെട്ടു. പക്ഷെ ഇവിടെ പരീശന്മാരും ഒന്നും നീരസപ്പെടുന്നില്ല, സദൂക്യരും എന്നാണ് നീരസപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ വിശ്വാസത്തിനെതിരായ പഠിപ്പിക്കലാണ് പത്രോസ് ലീഹായും കൂടെയുള്ള അപ്പോസ്തലന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി. അപ്പൊ പിടിക്കുന്നത് എപ്പോഴാണ്? വൈകുന്നേരത്താണ്. പക്ഷെ ന്യായവിസ്താരം നടത്തുന്നില്ല. അതായത് അവരുടെ കോടതിയിൽ കൊണ്ടുപോയി കുറ്റം വിധിച്ച് ശിക്ഷ നടപ്പിലാക്കാനായിട്ട് കൊണ്ടുപോകുന്നില്ല. കാരണം യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സന്ധ്യായാമത്തിലെ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കോടതി പ്രവർത്തിക്കാനോ ഒരാളെയും ന്യായം വിധിക്കുവാനോ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ഇവര് നേരെ ഈ നിയമമെല്ലാം മറന്നതിന് ശേഷമാണ് അവരുടെ കോടതി കൂടി യേശുവിന് ന്യായം വിധിക്കുന്നത്. ഏതാണ്ട് പാതിരായോട് അടുക്കുന്ന സമയത്താണ് യേശുക്രിസ്തുവിനെ ഇവര് ന്യായം വിധിക്കുന്നത്. യേശുവിനെ ഹന്നായുടെയും കയ്യാപ്പായുടെയും അരമനയിൽ കൊണ്ടുപോയി സൻഹെദ്രിയും സംഘം കൂടി യേശുവിനെ കുറ്റം വിധിച്ച് യേശുവിന്റെ മുഖത്തടിച്ച് യേശുവിന്റെ കണ്ണ് കെട്ടി മുഖത്ത് തൊപ്പി ആരാണെന്ന് പ്രവചിക്കാനെന്നൊക്കെ പറഞ്ഞ് പരമാവധി പരിഹസിച്ച് കുറ്റപ്പെടുത്തുന്നത് പാതിരാത്രിക്കായിരുന്നു. കാരണം പെസഹ ഭക്ഷണം സന്ധ്യയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് യേശു ഗത്സമൻ തോട്ടത്തിൽ പോയി ഏതാണ്ട് 3 മണിക്കൂറോളം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമാണ് യൂദാസ് ഒറ്റിക്കൊടുത്തിട്ട് ഇവര് പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ എങ്ങനെ പോയാലും 12 മണിയാവാതെ ഇവരുടെ കോടതിയിൽ യേശു ഹാജരായിട്ടില്ല. അതുകൊണ്ട് പാതിരാത്രിക്ക് യഹൂദന്മാരുടെ നിയമം അവര് മറന്നിട്ടാണ് യേശുവിനെ അവര് കുറ്റം വിധിച്ചത്. അതിന്റെ കാരണമുണ്ട്. കാരണം യേശുവിനെ ഇതുപോലെ കിട്ടാൻ വേണ്ടി ഇവർ കുറെ കാലങ്ങളായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നതാണ്. അപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോ ഇനി യേശുവിനെ വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ അവനെ പിടിച്ച് ഇതുപോലെ ഒരു സാഹചര്യം കിട്ടില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പാതിരാത്രിക്ക് തന്നെ അവരുടെ സൻഹെദ്രിയും സംഘം കൂടി അവരുടെ കോടതി കൂടി അവര് യേശുവിനെ കുറ്റം വിധിക്കുന്നതും യേശുവിനെ ന്യായം വിധിക്കുന്നതും. അപ്പൊ ഇവിടെ പറയുകയാണ്, വൈകുന്നേരമാകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി, അതായത് തടവിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. അപ്പൊ വചനം കേട്ടവരെല്ലാം എന്തായി? അതാണ് വചനം കേട്ട് കഴിഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കും. അതാണ് റോമർ 10:17. ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ള വചനമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് കേൾക്കണം? വചനം കേൾക്കണം. വചനം കേട്ടപ്പോൾ എന്തായി? എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. അപ്പൊ പുരുഷന്മാരുടെ എണ്ണം മാത്രം അവിടെ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ ഭാര്യമാരുണ്ടാകാം, അവരുടെ കുഞ്ഞുങ്ങളുണ്ടാകാം. അപ്പോ ആയിരക്കണക്കിന്, 5000 ഒന്നും അല്ല, 10000 അല്ല, അതിന്റെ മുകളിൽ ആളുകൾ ഒറ്റ പ്രസംഗം കേട്ട് ക്രൈസ്തവ സഭയിലേക്ക്, യേശുവിന്റെ ഹൃദയത്തിലേക്ക് വരുന്നതിനെ നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. പിന്നീട് 5-ാമത്തെ വാക്യം, പിറ്റന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയാണ് യേശുക്രിസ്തുവിനെ പാതിരാത്രിയിൽ കുറ്റം വിധിച്ച് പീലാത്തോസിന്റെ കോടതിയിലേക്ക്, കാരണം മരണശിക്ഷ വിധിക്കാൻ ഇവർക്ക് അനുമതിയില്ലായിരുന്നു. അതുകൊണ്ട് മരണശിക്ഷ വിധിക്കാൻ തക്ക വിധത്തിൽ അവരെ പീലാത്തോസിന്റെ കോടതിയിലേക്ക് യേശുവിനെ അവർ കൊണ്ടുപോവുകയാണ്. ഇവര് വീണ്ടും കൂടി യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറ്റം വിധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുന്നത്. പക്ഷെ ഇവർക്ക് ഒരു തരത്തിലും ഇവരെ കുറ്റം വിധിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ജനമെല്ലാം ഈ യഹൂദന്മാരുടെ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് ജനമെല്ലാം ഇത് കണ്ട് വിശ്വസിച്ച് ഈ ശിഷ്യന്മാരോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇവരെ ശിക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അവർ ചോദിക്കുകയാണ്, ഇവർ അവരെ നടുവിൽ നിർത്തി. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന്
ചോദിച്ചു. അപ്പൊ പത്രോസ് സ്ലീഹ വളരെ ഭവ്യതയോടുകൂടെ മറുപടി കൊടുക്കുകയാണ്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, നിങ്ങൾ ഓർത്താൽ മതി, ഈ എവിടെയെല്ലാം ഇങ്ങനെ പ്രതിസന്ധിയും പ്രയാസവും വന്ന് ഒരു വാക്ക് പറയേണ്ട ഒരു സാഹചര്യം വരുന്ന സാഹചര്യത്തിലെല്ലാം ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്, പരിശുദ്ധാത്മാവും കൊണ്ട് നിറഞ്ഞ് അവര് മറുപടി പറയുകയാണ്. അതുകൊണ്ട് ആ മറുപടിക്ക് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഒരു ശക്തിയെയും തടയാനായിട്ട് പറ്റില്ല. ഒരു ശക്തിക്കും ആ മറുപടിയെ തടയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് പത്രോസ് സ്ലീഹ ഇങ്ങനെ പറയുകയാണ്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരും ആയുള്ളവരെ, ഇത്രമേൽ ഉപദ്രവം ഉണ്ടാക്കിയിട്ടും കഴിഞ്ഞ ഒരു രാത്രി തടവിലാക്കിയിട്ടും എത്ര മാന്യമായ രീതിയിലാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായിരുന്നു എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ കേട്ടുകൊള്ളാനായിട്ട് പറയുകയാണ്. നിങ്ങൾ ക്രൂശിച്ചവനും, അതായത് ഇതേപോലെ ഒരു സൻഹെദ്രീം സംഘത്തിന്റെ കൂട്ടായ്മയുടെ ഇടയിൽ വെച്ചാണ് യേശുവിനെ കുറ്റപ്പെടുത്തി പീലാത്തോസിന്റെ അരമനയിൽ കൊണ്ടുപോയി മരണശിക്ഷ വാങ്ങിക്കൊടുത്തത്. അതുകൊണ്ട് അതേ മേഖലയിൽ നിന്ന് ഇവര് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുകയും. എന്നിട്ട് പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലെ ഒരു വാക്യം കൂടെ കോട്ട് ചെയ്യുകയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിലെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ എന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം എന്തുമാത്രം കരുണയാണ് ഇവരോട് കാണിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിനോട് കാണിച്ച ക്രൂരത എത്ര വലുതായിരുന്നു. എന്നിട്ടും വീണ്ടും വീണ്ടും യഹൂദന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥ തന്നെയല്ലേ നമുക്കും. ദൈവം എന്തുമാത്രം അവസരങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഒത്തിരി അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ യഹൂദന്മാരെ പോലെ ഹൃദയം കഠിനമാക്കുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറില്ലേ? ഇതൊക്കെ വായിക്കുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. പിന്നീട് പത്രോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ പറ്റി വളരെ ശക്തമായ ഒരു പ്രസ്താവന ഇവിടെ നടത്തുകയാണ്. മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പൊ ഇനി രക്ഷപ്പെടാൻ ഒരു മനുഷ്യന്, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ, രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം ഒരുക്കുന്ന, ദൈവം പണിതുകൊണ്ടിരിക്കുന്ന, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്ന യേശു പറഞ്ഞത്, സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ അത് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പറ്റില്ല. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, 10, 11 അതുപോലെ തന്നെ 14 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് ആടുകളുടെ വാതിൽ. അപ്പൊ യേശുവിലൂടെ അല്ലാതെ എന്തില്ല? രക്ഷയില്ല. അതുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. എന്തുകൊണ്ടാണ് യേശുവിന്റെ നാമം അതിന് യോഗ്യമായി തീർന്നത്? അതിന്റെ കാരണം, ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ ദൈവപുത്രനായിരുന്നു എന്ന് മാത്രമല്ല, മാനവകുലത്തിന്റെ സകല പാപവും സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് മനുഷ്യന്റെ നിസ്സാരം എന്ന് പറയുന്ന എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവപിതാവിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി അതിന് പരിഹാരം, തൻ്റെ ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് പരിഹാരം ചെയ്തവനാണ് യേശുക്രിസ്തു. മനുഷ്യന്റെ ശാപവും അവന്റെ പാപവും തൻ്റെ ചുമലിൽ ഏറ്റെടുത്തു. പാപം ഏറ്റെടുക്കുന്നത് കൊടിയ പീഡകളിലൂടെ, ശാപം ഏറ്റെടുക്കുന്നത് മരത്തിൽ തൂങ്ങി ചാകുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് പഴയ നിയമത്തിൽ ഒരു വചനമുണ്ട്. അപ്പോ മരത്തിൽ തൂങ്ങി ശാപമെല്ലാം, മാനവകുലത്തിന്റെ ശാപമെല്ലാം യേശു ഏറ്റെടുത്തു. അതിനുശേഷം മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി അടിയേറ്റ് ഉഴവചാല കീറുന്നത് പോലെ ശരീരം കീറപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ കൊടിയ പീഡകളിലൂടെ കടന്നുപോയി യേശു പാപപരിഹാരത്തിന് വേണ്ട ബലിയായി അവിടുന്ന് രൂപാന്തരപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ലെന്ന്
കർത്താവിന്റെ ആത്മാവ് അടിവരയിട്ട് ശക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് യേശുവിനോട് ചേർന്ന് ജീവിച്ചാൽ എന്തുണ്ട്? രക്ഷയുണ്ട്. നമുക്കതൊന്നുകൂടെ വ്യക്തമാക്കുന്ന 1-2 വാക്യങ്ങളുണ്ട്. റോമർ 10-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാമോ? റോമർ 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കണ്ടോ? യേശു കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും. അപ്പോ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നവർ എന്ത് പറയണം? യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. അതുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണത്തിന് എത്ര പ്രാധാന്യം എന്നതിന്റെ കാരണം യേശു കർത്താവാണെന്ന് അതിശക്തമായിട്ട് ഏറ്റുപറയുന്ന പ്രാർത്ഥനയാണ് ഏത്? വിശ്വാസ പ്രമാണം. അതുകൊണ്ട് വിശ്വാസ പ്രമാണം നന്നായിട്ട് അത് വെറുതെ വായിക്കോട്ട വിട്ടും അതുപോലെ മറ്റു പല വിചാരങ്ങളോടുകൂടെ ചൊല്ലി തീർക്കേണ്ടതല്ല. ഒരു പ്രാർത്ഥന അങ്ങനെ ചൊല്ലേണ്ടതല്ല. പക്ഷെ വിശ്വാസ പ്രമാണം കുറെ കൂടെ നമ്മൾ തീക്ഷ്ണതയോടുകൂടെ വലിയ വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിച്ച് നല്ല ശബ്ദത്തോടുകൂടെ ഏറ്റുപറയേണ്ട പ്രാർത്ഥനയാണ്. കാരണം യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും, ഒന്നാമത് അതാണ്. രണ്ടാമത് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും തീർച്ചയായിട്ടും എവിടെ ഉണ്ടാകണം? നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പൊ രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതിനെന്ത് ചെയ്യണം? അതിന് വായി കൊണ്ട് ഏറ്റു പറയണം. അത് നമ്മുടെ വിശ്വാസം ഏറ്റു പറയണം. അത് മാത്രമല്ല, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുകൂടെ നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്തെ ഒരു വാക്യം റോമർ 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. റോമർ 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. റോമർ 1:16 വായിക്കാമോ? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് യേശുവാണ്. അതുകൊണ്ട് യേശുവിൻ ഇങ്ങനെ മാറ്റി നമുക്ക് വായിക്കാം. യേശുവിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതുകൊണ്ട് രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ദൈവം തന്ന ഒരേ ഒരു നാമം, അതേത് നാമമാണ്? യേശുനാമം. അതുകൊണ്ട് ആ നാമത്തെ മുറുകെ പിടിക്കാനും ആ നാമത്തെ വായുകൊണ്ട് ഏറ്റുപറയുവാനും ആ നാമത്തിൽ വിശ്വസിക്കാനും ആ നാമത്തിൽ ദൈവത്തിലേക്ക് അടുക്കാനും നമുക്ക് പരിശ്രമിക്കാം. പിന്നീട് 13 മുതലുള്ള വാക്യങ്ങളാണ്. 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അതായത് 2 കാര്യങ്ങളാണ് ഇവരെ ആശ്ചര്യപ്പെടുത്തുന്നത്. പത്രോസ് സ്ലീഹായും മറ്റ് അപ്പോസ്തലന്മാരും വളരെ ആത്മധൈര്യത്തോടുകൂടെ നല്ല വിജ്ഞാനത്തിന്റെ, പഴയ നിയമത്തിലെ ഈ യഹൂദന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള വചനങ്ങൾ നന്നായിട്ട് കോർത്തിണക്കി വിജ്ഞാനികളെ പോലെ സംസാരിക്കുമ്പോൾ ഇവർക്ക് ആശ്ചര്യം ഉണ്ടാവുകയാണ്. ഇവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ഇവർക്ക് ധൈര്യം ഇല്ലായിരുന്നു. നേരത്തെ നമുക്കറിയാം, യഹൂദന്മാരെ പേടിച്ച് ഭയന്ന് മുറിയിൽ കതകടച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ സമൂഹം. പിന്നീട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവോ കഴിവോ ഇല്ലാതിരുന്നവരാണെന്നും ഇവിടെ പഠിപ്പിക്കുന്നു. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് പരീശന്മാര് പഠിപ്പിക്കുന്നത് പോലെ ഒന്നും പഠിപ്പിക്കാൻ കഴിവില്ലാത്തവരാണ്. പക്ഷെ ഇവരിപ്പോ ഇതാ നല്ല ആത്മധൈര്യമുള്ളവരും ദൈവത്തെ പറ്റി വളരെ മനോഹരമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ പഴയ നിയമത്തിലെ വചനങ്ങളെല്ലാം കോട്ട് ചെയ്ത് യേശു തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനുള്ള
വലിയൊരു കഴിവ് ഇവർക്ക് ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെ ഈ കഴിവ് ലഭിച്ചത്? പെന്തിക്കോസ്ത് ശുശ്രൂഷയിലെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ യഹൂദന്മാരെ ശിഷ്യന്മാരെ വിജ്ഞാനികളാക്കി തീർത്ത പരിശുദ്ധാത്മാവ്. അപ്പൊ ആത്മധൈര്യം കൊണ്ട് നിറച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ ആത്മധൈര്യം ഉണ്ടാവും. പിന്നീട് അത് മാത്രമല്ല, പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരും ഈ സഭയുടെ നേതൃസ്തംഭവുമായിട്ട് മാറ്റപ്പെട്ടതിന്റെ കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ അവർ വിജ്ഞാനികളായി തീർന്നു. ദൈവികമായ വിജ്ഞാനം കൊണ്ട് അവര് നിറയപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മധൈര്യം കൊണ്ട് ബലപ്പെട്ട മനുഷ്യരായി തീരാനും ദൈവിക കാര്യങ്ങളിൽ വിജ്ഞാനികളായി തീരാനും എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയണം. ഇത് അനുദിനം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അവിടുത്തെ ആത്മാവിന്റെ ശക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും അവിടുത്തെ ആത്മാവിന്റെ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഫലങ്ങളുണ്ട്, അതുപോലെ തന്നെ ദാനങ്ങളുണ്ട്, വരങ്ങളുണ്ട്. ഇതെല്ലാം ലേഖനങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. എന്താന്ന് ചോദിച്ചാൽ ഇതിന് താഴത്തേക്ക് പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു പെന്തിക്കോസ്തി അനുഭവത്തോടെ എല്ലാമായി എന്നും ഒന്നും ആരും ചിന്തിക്കരുത്. ചിലപ്പോൾ ദൈവാനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു അനുഭവത്തോടു കൂടെ പൂർണ്ണരായി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ആത്മാഭിഷേകം, ഈ അഗ്നി അഭിഷേകം വീണ്ടും വീണ്ടും പല ആവർത്തി ഇവർ സ്വീകരിക്കുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. എഗസ്കേലിലും അതിനെപ്പറ്റിയുള്ള സൂചനകളുണ്ട്. എഗസ്കേൽ 41 47 ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ആത്മാവിന്റെ അഭിഷേകത്തെ പറ്റി അവിടെ എഗസ്കേലിനുണ്ടാകുന്ന അനുഭവം അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. 47 എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ദൂതൻ എഗസ്കേലിനോട് പറയുകയാണ്, ബലിപീഠത്തിന്റെ അടിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന നദി, ആ നദിയിലേക്ക് 1000 മുഴം അളന്ന് നടക്കാൻ പറയുന്നു. അപ്പോ അത് കാൽപാദത്തോളമായി. പിന്നീട് വീണ്ടും 1000 മുഴം അളക്കാനായിട്ട് പറയുമ്പോൾ അത് മുട്ടോളമായി. പിന്നീട് വീണ്ടും നടക്കാൻ പറയും. 1000 മുഴം അളന്നിട്ട് വീണ്ടും നടക്കാൻ പറയുകയാണ്. അപ്പൊ അരയോളമായി. പിന്നീടും ദൂതൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇനിയും അളക്കുക, മുന്നോട്ട് പോവുക. അപ്പൊ അത് കഴുത്തോളമായി. പിന്നീട് വീണ്ടും പറഞ്ഞു, ഇനിയും 1000 മുഴം മുന്നോട്ട് പോകാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് നിലയില്ലാത്ത ഒരു വലിയ അഭിഷേകത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവിലേക്ക് എഗസ്കേല് പോകുന്നതിനെ പറ്റി 47-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദൈവാനുഭവം ഉണ്ടായത് കൊണ്ടൊന്നും പൂർണ്ണതയിലേക്ക് വരില്ല. അത് വീണ്ടും വീണ്ടും ദൈവം തന്നുകൊണ്ടിരിക്കും. ആഗ്രഹത്തോടെ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ മതി. ദൈവം അഭിഷേകം ചെയ്ത് നമ്മളെ തീർച്ചയായിട്ടും നയിച്ചുകൊണ്ടിരിക്കും. പിന്നീട് ആശ്ചര്യപ്പെട്ടു. അതിനുശേഷം പറയുകയാണ്, അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പൊ ഈ ഒരു അഭിഷേകത്തിലേക്ക്, ഈ ഒരു ആത്മനിറവിലേക്ക് ഇവർ വന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അവർ യേശുവിന്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ആത്മാഭിഷേകത്തിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് അഗ്നി അഭിഷേകമായി, അതുമല്ലെങ്കിൽ പലതരത്തിൽ ആത്മാഭിഷേകമുണ്ട്. അത് പല വ്യക്തികൾക്കും പല രീതിയിലാണ് അവര് അനുഭവിച്ചിട്ടുള്ളത്. ഞാനത് പെന്തിക്കോസ്തിയുടെ അതിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ അത് കാറ്റ് വീശുന്നത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ വെള്ളം ശരീരത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് പോലെ ആയിരിക്കും, എണ്ണ ഒഴുകി ഇറങ്ങുന്നത് പോലെ ആയിരിക്കാം, തീ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ആയിരിക്കും. പലർക്കും പല അനുഭവങ്ങളാണ്. പലരും അതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല അനുഭവങ്ങളായിരിക്കാം. ഈ അനുഭവങ്ങളിലേക്കൊക്കെ നമ്മളെ എത്തിക്കുന്നത് എന്താണ്? അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് ഉള്ള ഒരു പ്രസ്താവനയോടുകൂടെ ഈ സദൂക്യരും ഈ അന്നത്തെ സൻഹെദ്രീൻ സംഘം അങ്ങനെ പറയുകയാണ്. എന്ന് പറഞ്ഞ് സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയുവാൻ വകയില്ലായിരുന്നു. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? സുഖപ്പെട്ട ഒരു മനുഷ്യൻ, അതായത് പിറവിയിൽ തന്നെ മുടുന്തനായി ജീവിച്ചവൻ, ആയുസിന്റെ ഭൂരിഭാഗം സമയവും സുന്ദരമെന്ന യെരൂശലേം ദേവാലയത്തിന്റെ കവാടത്തിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ ഇതാ ആരോഗ്യപൂർണമായ ഒരു ശരീരത്തോടുകൂടെ
നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സുഖപ്പെട്ട് ഇവരുടെ മധ്യേ നിൽക്കുകയാണ്. പിന്നെ എന്ത് പറയാനാ? ഒന്നും പറയാനായിട്ടില്ല. ദൈവം വായ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നും പറയാൻ പറ്റാതെ അവര് ഇരിക്കുമ്പോൾ ഇവര് പിന്നെ ചെയ്യുകയാണ്. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പറയും. പുറത്താക്കിയിട്ട് ഇവർ വീണ്ടും ഈ സൻഹെദ്രീൻ സംഘത്തിലുള്ള അംഗങ്ങൾ ഏതാണ്ട് 71 പേരാണ്. ഇവര് പിന്നെ ഇവര് കൂടി അവര് ഇങ്ങനെ തീരുമാനം എടുക്കുകയാണ്, നമ്മളിനി എന്ത് ചെയ്യാൻ പറ്റും എന്നവരിങ്ങനെ ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു. 16-ാമത്തെ വാക്യം, എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ തെറ്റ് തിരുത്താനായിട്ടുള്ള പരിശ്രമം ഇവർ നടത്തുന്നേയില്ല. യഹൂദന്മാരിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, അവര് എല്ലാവരെയും പറ്റിയല്ല, പ്രത്യേകിച്ച് അന്നത്തെ ആ യേശുവിനെതിരായിട്ട് നിന്ന ഒരു സമൂഹം. പിന്നീട് ഈ പുരോഹിതന്മാരൊക്കെ മാനസാന്തരപ്പെടുന്നതിനെ പറ്റി നമ്മൾ അപ്പോസ്തല പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഭൂരിഭാഗം പുരോഹിതന്മാരും യേശുവിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ പരീശന്മാരും സദൂക്യരിലെ പ്രധാനികളായവരൊന്നും യേശുവിലേക്ക് വരാതെ അപ്പോഴും ഈ അപ്പോസ്തലന്മാരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ പുറകെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ സമയത്തൊന്നും ഇവർ മാനസാന്തരപ്പെടുന്നില്ല. ഇത്രമേൽ അതിശക്തമായ ഒരു അടയാളം അവരുടെ മുമ്പാകെ ദൈവം വീണ്ടും അവർക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് അത് വരച്ചു കാട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. കല്ലായ ഹൃദയമായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഇതെല്ലാം മാനസാന്തരത്തിലേക്കുള്ള ക്ഷണമാണ്. ചിലപ്പോൾ അത്ഭുതങ്ങളായിരിക്കാം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൈവാനുഭവങ്ങളായിരിക്കാം. ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? യേശുവിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. പക്ഷെ ഇവരത് ചെയ്യുന്നില്ല. ഇനി എങ്ങനെ ഈ അടയാളം കണ്ടിട്ടും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇനി എങ്ങനെ ഇതിനെ എതിരിടണം എന്നിവര് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 17-ാമത്തെ വാക്യം, ഇവരെ വീണ്ടും വിളിച്ച് ഇവരുടെ നടുവിൽ നിർത്തിയിട്ട് ഇവരെ ഇങ്ങനെ തർജ്ജനം ചെയ്യുകയാണ്, ഇവരെ ശാസിക്കുകയാണ്. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യരോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് പറഞ്ഞു. ഇനി മേലിൽ യേശുവിനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടരുതെന്ന് ഓർക്കണം. പ്രബലരായ യഹൂദന്മാര്, അന്ന് ഈ ആദിമ സഭ എന്താ ഉള്ളത്? വളരെ എണ്ണത്തിൽ ചുരുക്കമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയതായിട്ട് ചേർന്നവരാണ്, എത്ര തീക്ഷ്ണതയുള്ളവരാണെന്നൊന്നും അറിയില്ല. അപ്പോ ഈ വളരെ പ്രബലരായ ഒരു സമൂഹം എതിരായിട്ട് നിൽക്കുകയാണ്. ഇനി മേലിൽ യേശുവിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു പോരുതെന്ന് അവരോട് താക്കീത് ചെയ്യുകയാണ്. പക്ഷെ അപ്പോസ്തലന്മാർ എന്താ പറയുന്നത്? താഴത്തേക്ക് ഒന്ന് വായിക്കാം. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനം നിമിത്തം വഴിയൊന്നും കാണായിക കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്തവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യന് 40-ലധികം വയസ്സുള്ളവനായിരുന്നു. അതുകൂടെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ യേശുവിന്റെ നാമത്തിന് ഒരു വാക്ക് പോലും പറയരുതെന്ന് പറയുമ്പോ ഇവരെന്ത് ചെയ്യുന്നേ? ഇവര് നേരെ തിരിച്ചു പറയുക, ധൈര്യത്തോടു കൂടെ പറയുകയാണ്, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ ഭയപ്പെടുന്നത് വിഹിതമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ വളരെ ശക്തമായി അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അപ്പോഴും ജനനിമിത്തം ജനം കൂടി നിൽക്കുക. വിശ്വസിച്ച കുറെ ആളുകൾ, 10,000-കണക്കിന് ആളുകൾ യേശുവിൽ വിശ്വസിച്ചിട്ട് അവർ നിൽക്കുന്നിടത്ത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇവര് വല്ലാതെ വേർക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പിന്നീട് ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യന്റെ പ്രായത്തെ പറ്റി ഇവിടെ 40-ലധികം വയസ്സുള്ളവനായിരുന്നു എന്നുള്ളൊരു രേഖപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി, പ്രയാസം ഉണ്ടായി. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു, ഒരു പ്രയാസം വന്നു. പിന്നീട് എന്താണ് ആദിമ സഭയിലുള്ള അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയിലുള്ളവർ ചെയ്തത് എന്താണെന്ന് പിന്നീട് താഴത്തേക്ക് വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 23-24 വാക്യങ്ങൾ.
വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. അതായത് അപ്പോസ്തലന്മാരെ വിട്ടയക്കുമ്പോൾ അവര് ചെറിയ സമൂഹമാണെങ്കിലും ആ സമൂഹത്തോട് ചെന്ന് ഈ മഹാപുരോഹിതനും അതോടൊപ്പം തന്നെ സെൻഹെദ്രീൻ സംഘവും ഈ വിലക്ക് ഏർപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഇവരോട് പറയുകയാണ്. അപ്പോ നമുക്ക് ആണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഈ കാലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ പ്രതിഷേധ ജാഥയൊക്കെ ആയിട്ട് ഇറങ്ങും, ഇല്ലേ? ഭയങ്കര പ്രതിഷേധമായിരിക്കും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര പോസ്റ്ററുകളിൽ എല്ലാം നമ്മൾ അടിച്ചിറക്കും. പക്ഷെ ഇവരെന്താ ചെയ്തേ എന്ന് 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 24 മുതൽ പിന്നീട് അങ്ങോട്ട് 30 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് അവരെന്താ ചെയ്തതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 24. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നതും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ അതായത് ഇപ്പൊ ഇവരെന്ത് ചെയ്യുന്നേ? അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു. അപ്പൊ അവര് എന്ത് ചെയ്യുന്നേ? ഒരുമനപ്പെട്ടു. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ മാർഗമൊന്നുമില്ല. ദൈവം ഇടപെടണം, ദൈവം തന്നെ വഴിയൊരുക്കണം. ഈ പ്രതിസന്ധികളെ മാറ്റാൻ ദൈവത്തിന് കഴിവുണ്ടെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. അങ്ങനെ വലിയ വിശ്വാസത്തോടെ അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് അതിലെ 25-ാമത്തെ വാക്യം 2-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങളാണ് അത് കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ പ്രാർത്ഥിക്കുമ്പോ പഴയ നിയമത്തിലെ വചനങ്ങൾ കോട്ട് ചെയ്താണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ പ്രാർത്ഥിച്ചത്. അത് ശരിക്കും നല്ലൊരു പ്രാർത്ഥനയാണ്. കാരണം ബൈബിളിൽ ഒത്തിരി പ്രോമിസുകൾ ദൈവം തന്നിട്ടുണ്ട്. ഒത്തിരി പ്രോമിസുകളും അതോടൊപ്പം തന്നെ ഒത്തിരി വാഗ്ദാനങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഈ വാഗ്ദാനങ്ങളൊക്കെ ഇപ്പൊ ദൈവത്തോട് നമ്മൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ല രീതിയാണ്. ഇപ്പൊ ഇവര് ചോദിക്കുകയാണ്, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നുവെന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവനെ. അപ്പൊ പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു അരുളപ്പാട് യേശുവിനെ പറ്റി ഉണ്ട്. അപ്പൊ യേശുവിനെ എതിരായിട്ട് ഇങ്ങനെ ഒരു അരുളപ്പാടുള്ളതെല്ലാം സംഭവിച്ചു. എന്നിട്ടും പിന്നെന്താ സംഭവിക്കുന്നേ? ഇപ്പോഴോ കർത്താവേ, ഇവരുടെ ഭീഷണികളെ നോക്കണമേ. ഇതെല്ലാം കഴിഞ്ഞു. ഈ പ്രവചനം എല്ലാം കഴിഞ്ഞായിരുന്നു. പക്ഷെ ഈ പുതിയ നിയമസഭയോട് ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്രവചനം എവിടെയില്ല. അതുകൊണ്ട് കർത്താവേ, അതുകൊണ്ട് അവിടുന്ന് എന്ത് ചെയ്യണം? യേശുവിനെതിരായിട്ട് വന്നുള്ള പ്രവചനങ്ങളെല്ലാം നടന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു പ്രവചനം ഒന്നുമില്ല. പക്ഷെ ഇവര് വീണ്ടും ഞങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ദൈവത്തോട് അവര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായി 18-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വിശുദ്ധ മത്തായി 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി 18-19. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഇത് യേശു പറഞ്ഞ കാര്യമാണ്. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ, അതായത് ഒരു മനസ്സോടുകൂടെ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ദൈവഹിതത്തിന് വിരോധമായ കാര്യമല്ല, ദൈവഹിതത്തിന് വിരോധമല്ലാത്ത പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാൽ
അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ലഭിക്കുമെന്ന് വചനത്തിൽ യേശു വെളിപ്പെടുത്തുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? അവർ അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാകും? മറുപടി ഉണ്ടാകും. അത് ദൈവ പദ്ധതികൾക്ക് വിരുദ്ധമല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തുണ്ടാകും? അതിന് മറുപടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ദമ്പതികൾക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ ആർക്ക് തന്നിട്ടുണ്ട്. ശരിക്കും എന്തിനാ ഈ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് ഒരു പങ്കാളിയെ കൊടുക്കുന്നത്? അതിന്റെ ഒരു കാരണം ഇതാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരുമനപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വർഗം അതിനകത്ത് ഇടപെടും. കാരണം കർത്താവ് അത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന് വിശുദ്ധ മത്തായി 18:19 വളരെ വ്യക്തമായിട്ട് കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഇവിടെ കാണുന്നത്. അതിന്റെ വചനത്തിനെല്ലാം തെളിവുകൾ വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ പിന്നീട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇവരെന്താ പ്രാർത്ഥിക്കുന്നേ? സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പൊ ആദിമ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അപ്പോസ്തലന്മാർക്ക് നിന്റെ വചനം അതിശക്തമായിട്ട് പ്രഘോഷിക്കാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ 31-ാമത്തെ വാക്യം വായിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കണ്ടോ? പെന്തിക്കോസ്തിയിൽ സംഭവിച്ച അതേ അഭിഷേകം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ ഈ അഭിഷേകം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, അത് മരണം വരെയുണ്ട്. അതങ്ങനെ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ദാഹിക്കണം. ദൈവം തരും, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അത് ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. ദൈവം ഇറങ്ങി വന്നതിന്റെ തെളിവാണത്. ആ സ്ഥലം കുലുങ്ങി. പക്ഷെ എന്തെങ്കിലും പൊളിഞ്ഞു വീണോ? ഒന്ന് പൊളിഞ്ഞു വീണതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകത. കുലുക്കമൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷെ ഒന്നും പൊളിഞ്ഞു വീടുമൊന്നുമില്ല. അത് ദൈവമാണ് ഇവിടെ ഇറങ്ങി വന്നത്. അതുകൊണ്ട് ദൈവം സംരക്ഷിക്കും. പിന്നീട് എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ വേണ്ടേ? പ്രാർത്ഥിക്കണ്ടേ? അതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. അത് പിന്നീട് അങ്ങോട്ട് ലേഖനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ജനത്തോട് ചോദിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ ജനം പ്രാർത്ഥിക്കുന്നത് കണ്ടോ? ഇവര് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ ദാസന്മാർക്ക് വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ശക്തി, കൃപ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കൊടുക്കുകയാണ്. അപ്പോ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് വേണ്ടി, സഭയിലെ പിതാക്കന്മാർക്ക് വേണ്ടി, അതുപോലെ തന്നെ ബലിയർപ്പിക്കാനും വചനം പ്രഘോഷിക്കാനുമായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷിക്തർക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചേ. എഫേസ്യർ 6:19. ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പി. കണ്ടോ? അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട് വലിയ അഭിഷേകം പ്രാപിച്ച പൗലോസ് ജനത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു വചനം കൂടെ വായിച്ചതിന് ശേഷം പറയാം. 2 തെസ്സലോനിക്കർ 3:1-2 വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 2 തെസ്സലോനിക്കർ. സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കണ്ടോ? പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുക. എന്തിനാ? അതായത് വിശ്വാസമില്ലാത്ത ആളുകൾ ഭയങ്കരമായിട്ട് എതിര് നിൽക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ജനത്തിന്റെ പ്രാർത്ഥന എവിടെ ഉയരുന്നോ അവിടെ വലിയ അഭിഷേകമുള്ളവർ സഭയിൽ എഴുന്നേൽക്കും.
ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിച്ചപ്പോ അപ്പുറത്ത് വേറൊരു കാര്യം നടന്നു. ആ നിലവിളിക്ക് മറുപടിയായിട്ട് മോശയെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തി. ഇതുപോലെ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, സഭയിൽ വിശുദ്ധരായ വലിയ സമർപ്പണമുള്ള ഏലിയായെ പോലെ, ഇരമ്യാവിനെ പോലെ, പ്രവാചകന്മാരെ പോലെ, ദാവീദിനെ പോലെ, അബ്രഹാമിനെ പോലെ, ഇയ്യോബിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ, ഏലിസബത്തിനെ പോലെ വലിയ തീക്ഷ്ണതയുള്ള തീപ്പന്തങ്ങളെ അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്ത് സംഭവിച്ചേ? അവിടെ അവര് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞുവെന്ന് രേഖപ്പെടുത്തി വെച്ചതുപോലെ സഭയിൽ വലിയ അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റ് വീശുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ടാണ് ഏതൊരു ബലി അർപ്പിച്ചു കഴിഞ്ഞാലും അവസാനം ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായവും പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓരോ പുരോഹിതനും ദാഹത്തോടുകൂടെ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കണം. അതിന് നന്നായിട്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കണം, ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം. പറ്റുന്നവരൊക്കെ ഉപവാസം, ബുധനും വെള്ളിയൊക്കെ ഉപവാസം എടുത്ത് ഇതൊരു നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കണം. സഭാപിതാക്കന്മാർക്കും വൈദികർക്കും ഒക്കെ വലിയ കൃപകൾ, ആത്മാവിന്റെ നിറവ് ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള വചനമൊക്കെ നല്ല ശക്തമായിട്ട് പ്രഘോഷിക്കുന്ന, ആത്മാവിന്റെ നിറവിൽ യേശുവിന്റെ നാമത്തിൽ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന അനേക പിതാക്കന്മാരെയൊക്കെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. 32 മുതൽ 35 വരെ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിട്ട് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തൻ അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. വിശ്വസിച്ചവരുടെ കൂട്ടം അവര് ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു എന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏക ഹൃദയവും ഏക മനസ്സും ഉള്ള ഒരു കൂട്ടത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ശക്തമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭ ഏക മനസ്സും ഏക ഹൃദയവുമുള്ള കൂട്ടായ്മ അത് തകർത്ത് ഛിന്ന ഭിന്നമാക്കി കളഞ്ഞത് ആരാണ്? സാത്താനാണ്. കണ്ടോ? ഇപ്പൊ എന്തിനാ യാക്കോബായ, ഓർത്തഡോക്സ്, അതുപോലെ കത്തോലിക്ക സഭ, വിവിധ നവീന സഭകൾ ഇങ്ങനെ ചിതറിച്ച് കളഞ്ഞു. കാരണം സാത്താൻ അറിയാം ഈ സമൂഹം ഒരുമനപ്പെട്ട് ഏക ഹൃദയത്തോടെ ഒരു ബലി അർപ്പിച്ചാൽ അവിടെ തീ ഇറങ്ങുമെന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകളിലൊക്കെ ഈ ഭിന്നത, ഗ്രൂപ്പിസം ഒക്കെ കൊണ്ടുവരുന്ന ആരാ? ഇത് ദൈവം കൊണ്ടുവരുന്നതല്ല, പിശാച് കൊണ്ടുവരുന്നതാ ഈ ഗ്രൂപ്പിസം ഒക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിന്റെയും വക്താവായിട്ട് ഇരിക്കരുത്. ഞാന് ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യൂല. അതായത് ഒരു ഗ്രൂപ്പിന് വേണ്ടി വാദിക്കുകയും ഒരു ഗ്രൂപ്പിന്റെ പക്ഷം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇതുവരെ ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇരുന്ന പള്ളികളിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഗ്രൂപ്പുണ്ടോ? ഒരു ഗ്രൂപ്പിന്റെയും കൂടാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും കുത്തലുകളൊക്കെ കൂടുതലായിട്ട് കിട്ടും. പക്ഷെ അത് പ്രശ്നമില്ല. കാരണം ഒരു ഗ്രൂപ്പ് ഉണ്ടാവാതെ, വിഭാഗീയ ചിന്തയില്ലാതെ ഒറ്റ ഗ്രൂപ്പായിട്ട് ഒരു പള്ളി മുന്നോട്ട് പോയാൽ ആ പള്ളിയിൽ തീ ഇറങ്ങും. ആ തീ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എന്താ ദൈവം ഇറങ്ങി വരാത്തെ? ഇത് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. നമ്മൾ വന്നു നിൽക്കുമ്പോൾ എന്താ? പലരോടും നമുക്ക് വെറുപ്പാണ്, വിദ്വേഷമാണ്. ഞാൻ പല പള്ളികളിലും കണ്ടിട്ടുണ്ട്, ഈ ഈസ്റ്ററിനൊക്കെ നമ്മൾ ഈ പരസ്പരം സമാധാനം കൊടുക്കും. അതുപോലും കൊടുക്കാതെ മുഖം മറച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ലജ്ജിച്ച് തല താഴ്ത്തണ്ടേ? നമ്മൾ എന്തുമാത്രം ഈ വിജാതീയരെക്കാട്ടിലും എത്രയോ താഴെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനൊന്നും കഴിയാതെ
വെറുപ്പിലും വിദ്വേഷത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അത് ശരിക്കും നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ്, അഭിഷേകത്തിന് തടസ്സമാണ്. പിന്നീട് അപ്പോസ്തലന്മാർ മഹാശക്തിയോടും കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എങ്ങനെയാണ്? മുന്നേ പറഞ്ഞ പോലെയല്ല, മഹാശക്തിയോടെ. എന്ത് ചെയ്തപ്പോഴാണ്? എന്താ ചെയ്തേ? കർത്താവേ, നിന്റെ ദാസന്മാർക്ക് വചനം പ്രഘോഷിക്കാനുള്ള ശക്തി കൊടുക്കണമേ എന്ന് ആ സമൂഹം ഏക ഹൃദയത്തോടെ ദൈവ സന്നദ്ധിയിൽ അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അച്ഛന്മാർക്കൊക്കെ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വികാരിയച്ഛനും അതേപോലെ തന്നെ മറ്റ് മുൻ വികാരിയച്ഛന്മാർക്കും ഇനി വരാൻ പോകുന്നവർക്കും സഭയിലെ മലബാർ ഭദ്രാസനത്തിലെയും മലങ്കര സഭയിലെയും മറ്റ് അപ്പോസ്തോലിക സഭകളിലെ ഒക്കെ എല്ലാ പിതാക്കന്മാരെയും അതേപോലെ ആചാര്യന്മാരെയൊക്കെ ഓർത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ മഹാശക്തിയോടുകൂടെ വചനം പ്രഘോഷിക്കുന്നവരും ദൈവത്തിന്റെ ശുശ്രൂഷ നടത്തുന്നവരുമായ അനേകരെ കാണാനായിട്ട്, കണ്ണടച്ചു പോകുന്നതിന് മുമ്പ് കാണാനായിട്ട് ദൈവം ഇടവരുത്തും. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, ആത്മീയമായിട്ട് വളരെ ഉന്നതിയിൽ എത്തുന്നതോടൊപ്പം തന്നെ മുട്ടുള്ളവൻ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഭൗതികമായിട്ടും സമ്പന്നരായി എല്ലാവരും തുല്യരായിട്ട് മാറ്റപ്പെട്ടിരിക്കുക. ദരിദ്രൻ എന്നൊരു വിഭാഗം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. കാരണം സമ്പന്നന്മാരെല്ലാം പാവങ്ങളെ കാണുമ്പോൾ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. 36, 37 വാക്യങ്ങൾ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായി യൗസേപ്പ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഈ ബർണബാസാണ് പിന്നീട് പൗലോസ് അപ്പോസ്തലന്റെ ആദ്യകാല പ്രേക്ഷിത പ്രവൃത്തിയിൽ അതിശക്തമായി വലങ്കൈ പോലെ ചേർന്ന് നിന്ന് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി, മിഷൻ യാത്രയ്ക്ക് വേണ്ടി കൂടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് 1ാമത്തെ മിഷൻ യാത്രയിൽ ബർണബാസ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ 4ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായി നന്ദി. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം. വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ, അത് നിങ്ങളോടും ഈ ലോകത്തോടും വിളിച്ചു പറയാനുള്ള ആത്മധൈര്യവും അതുപോലെ ആത്മാവിന്റെ അഭിഷേകമൊക്കെ ഉണ്ടാവാൻ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വചന പഠന ശുശ്രൂഷ സമാപന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുകയാണ്. കാരുണ്യവാനായ ദൈവമേ, വലിയ കൃപകളാലും അനുഗ്രഹങ്ങളാലും വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളാലും ഞങ്ങളെ ധന്യരാക്കിയ ഈ സന്ധ്യയെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈ വചന പഠന ശുശ്രൂഷയിലേക്ക് ദൈവമേ ഇപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി എന്ന് ഈ ഇന്ന് പഠിച്ച വചനഭാഗത്ത് ഞങ്ങൾ കണ്ടു. കർത്താവെ, വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്നുള്ള വലിയ തെളിവാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് വചനം പഠിക്കാനുള്ള ദാഹം ഇപ്പോൾ ഉള്ളവർക്കും ഇതിലൊന്നും സംബന്ധിക്കാതെ ലോകകാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർക്കൊക്കെ വചനം പഠിക്കാനും അങ്ങയുടെ ഹൃദയത്തോട് അടുത്തു വരാനും വലിയ ആഗ്രഹവും ദാഹവും അവിടുന്ന് കൊടുത്ത് അനുഗ്രഹിക്കണമേ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ആത്മാവിലൂടെ വെളിപ്പെടുത്തി തന്ന കർത്താവായ യേശുവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയിൽ ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വിമോചകനും ഞങ്ങളുടെ ദൈവവും എന്ന് കർത്താവെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നാവുകൊണ്ട് അങ്ങ് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് മരിച്ചവരിൽ നിന്ന് ദൈവപിതാവ് അങ്ങേ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രക്ഷയിലേക്ക് അവിടുന്ന് നയിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, പൗരോഹിത്യ ഗണത്തിന് വേണ്ടി, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി, ബാവാതിരുമേനിക്ക് വേണ്ടി, മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമനസിന് വേണ്ടി, മലങ്കര സഭയിലെ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, എല്ലാ വൈദികർക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ കേരളത്തിലെ അപ്പോസ്തോലിക സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനം ശക്തമായി പ്രഘോഷിക്കാനും അവിടുത്തെ അത്ഭുതകരം ദൈവമേ ഈ സമൂഹത്തിൽ വെളിപ്പെടുത്തുവാൻ തക്ക വിധത്തിലുള്ള വിശുദ്ധിയുടെ ആലയങ്ങളായി, വലിയ വിശ്വാസികളായി, വലിയ സമർപ്പണമുള്ളവരായി, ഏലിയായെ പോലെ തീക്ഷ്ണതയുള്ളവരായി
ദൈവമേ, ഞങ്ങളെല്ലാം അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപകളും സമൃദ്ധമായിട്ട് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നാളത്തെ വിശുദ്ധ ബലിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ. അവിടുന്ന് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ആയിരം ആയിരം നന്ദി അങ്ങയുടെ പാദപീഠം സമർപ്പിക്കുന്നു. ഞങ്ങളിന്ന് വാങ്ങിപ്പോയ എല്ലാ പൂർവികരെയും അബ്രഹാമി ഭവനങ്ങളിൽ പാർപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, പത്രോസ് സ്ലീഹായെ, യോഹന്നാൻ സ്ലീഹായെ, പരിശുദ്ധ അപ്പോസ്തലന്മാരെ, സകല പരിശുദ്ധന്മാരും, ശുദ്ധിമതികളമേ, മോർഗീവറി സഹതായ പരിശുദ്ധനായ പരിമല തിരുമേനി, എൽദോമാർ ബസേലിയോസ് മാവ, ഏലിയ ദീർഘദർശി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു ശുഭരാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.